ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കന്നുകുട്ടികളെ പരിപാലിക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മൾ പാലിന് പകരമായിട്ട് ചിലവ് കുറച്ച് കന്നുകുട്ടികളെ വളർത്താൻ വേണ്ടി പാലുൽപ്പന്നമായ ഒരു മിൽക്ക് റീപ്ലേസർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് മിൽക്ക് റീപ്ലേസർ, അത് എവിടെ നിന്നുമാണ് കിട്ടുന്നത്, എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ പ്രൊഡക്റ്റ്. ഇത് അമൂലിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഇത്തരത്തിലുള്ള പല പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ നിന്ന് പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികളുടെ ഒക്കെ അവൈലബിൾ ആണ്. ഇത് അമൂൽ എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ പരിചയപ്പെടുത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഓൾറെഡി സൂചിപ്പിച്ചിരുന്നു എങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ കന്നുകുട്ടികളെ നമുക്ക് വളർത്തിയെടുക്കാം എന്നുള്ളത്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്നാണ്. അതായത് മിൽമയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരസംഘങ്ങളിൽ മിക്ക ക്ഷീരസംഘങ്ങളിലും ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മയുടെ സബ്സിഡി പ്രകാരം 500 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു ബാഗ് നമുക്ക് ലഭ്യമാകുന്നത്. ഇത് 5 കിലോൻ്റെ ഒരു ബാഗാണ്. അതേസമയം ഇതിൻ്റെ MRP എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിയാൽ കാണാം. 1100 രൂപയാണ് ഈ 5 കിലോ ബാഗിൻ്റെ MRP എന്ന് പറയുന്നത്. വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഇത് നമ്മുടെ എല്ലാ വെറ്റിനറി മെഡിക്കൽ ഷോപ്പുകളിലും ഈ ഒരു ബാഗ് നമുക്ക് അവൈലബിൾ ആണ്. ഈ 5 കിലോൻ്റെ ബാഗായിട്ട് തന്നെയാണ് അവിടെ നമുക്കിത് ലഭ്യമാകുന്നത്. അപ്പം ഈ ഒരു ബാഗിന് നമുക്ക് പുറമേ ഒരു ഷോപ്പിൽ കൊടുക്കേണ്ട വിലയാണ് 1200 രൂപ. പക്ഷേ അതേ സ്ഥാനത്ത് അത് മിൽമയുടെ സബ്സിഡിയിൽ നമുക്ക് നമ്മുടെ സൊസൈറ്റികളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നത് വെറും 500 രൂപയ്ക്കാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇത് ലാഭകരമായ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മൾ വെറും ഒരു കണക്ക് എടുത്ത് നോക്കിയാൽ പോലും ഒരു ദിവസം കുറഞ്ഞത് ഒരു 2 ലിറ്റർ പാല് ഒരു കുട്ടിക്ക് കൊടുക്കണമെങ്കിൽ പോലും ആവറേജ് ഒരു 40 രൂപ നിങ്ങൾ കണക്കാക്കിക്കോ. ആ 40 രൂപ കണക്കാക്കി 30 ദിവസത്തേക്ക് ആ കുട്ടിയെ പാല് കൊടുത്ത് മാത്രം വളർത്തണമെങ്കിൽ ഏകദേശം 4800 രൂപയോളം ചിലവ് വരുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഈ ഒരു 5 കിലോ ബാഗ് നമുക്ക് ഏറെക്കുറെ ഒരു മാസത്തോളം ഇവരിതിൽ പറയുന്ന അളവ് പ്രകാരം കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു 5 കിലോ ബാഗ് നമുക്ക് ഒരു മാസത്തോളം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടും ഇത് തീർച്ചയായും ലാഭകരമായ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്കിനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ കൃത്യമായ അളവ് പ്രകാരം, അതായത് ഇത് പശുക്കുട്ടികൾക്ക് മാത്രമല്ല, ചില ആൾക്കാർ പോത്തുകുട്ടികളെയൊക്കെ വീട്ടിൽ പശുക്കളെ കൂടാതെ വളർത്തുന്നവരുണ്ടാകും, പോത്തുകുട്ടികളെ മാത്രം വളർത്തുന്നവരുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ളവർക്കെല്ലാം പ്രയോജനവും ആട്ടുംകുട്ടികൾക്കും ഒക്കെ ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ കൊടുക്കേണ്ട രീതികളാണ് ഇവിടെ ഈ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് പശുക്കുട്ടികൾക്ക് കൊടുക്കുന്ന ഫീഡിങ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതേസമയം ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് പിന്നെ ആട്ടുംകുട്ടികൾക്ക് അതുപോലെയുള്ള മറ്റ് മൃഗങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഫീഡിങ് രീതിയാണ്, ഇൻസ്ട്രക്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് ഓടിച്ച് നമുക്കിപ്പോൾ പശുക്കുട്ടികളുടെ മാത്രം നമുക്കൊന്ന് വേഗം ഒന്ന് നോക്കാം. ഇത് ഫസ്റ്റത്തെ ബോക്സിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആഴ്ചകളാണ്. അതായത് ആ കന്നുകുട്ടിയുടെ പ്രായം ആഴ്ചയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് അമ്മയുടെ പാല്, അതായത് പശുവിൻ്റെ പാല് ആ കുട്ടിക്ക് എത്രത്തോളം ഓരോ ആഴ്ചയിലും കൊടുക്കണമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ മിൽക്ക് റീപ്ലേസറിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ പറയുന്ന അളവ് പ്രകാരം ആദ്യത്തെ ഒരാഴ്ച നിർബന്ധമായും നമ്മൾ 3 ലിറ്റർ പാല് കുറഞ്ഞത്, അതായത് ഒരു ദിവസത്തെ ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഇവിടെ ഈ ബോക്സിൽ തന്നിരിക്കുന്നത്, അല്ലാതെ ഒരു നേരത്തെ അല്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം 3 ലിറ്റർ പാല്, അതായത് ആദ്യത്തെ ഒരാഴ്ച ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുകയേ വേണ്ട, ഒരു ദിവസം കൊടുക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ ആഴ്ചയാകുമ്പോൾ ആ 3 ലിറ്റർ എന്നുള്ളത് 2.5 ലിറ്ററിലേക്ക് കുറച്ച് കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് 50 ഗ്രാം നമ്മൾ കൊടുക്കുന്നു. പിന്നീട് മൂന്നാമത്തെ ആഴ്ചയാകുമ്പോഴത്തേക്കും നമ്മൾ പശുവിൻ പാല് 1 ലിറ്ററിലേക്ക് കുറച്ച് എത്തിക്കുന്നുണ്ട്. അതേ ഒപ്പം നമ്മളത് ഈ പാൽപ്പൊടി അളവ് കൂട്ടി 150 ഗ്രാമിലേക്ക് എത്തിക്കുന്നു. നാലാമത്തെ ആഴ്ചയാകുമ്പം അതേപോലെ തന്നെ തലേ ആഴ്ച കൊടുത്ത പോലെ തന്നെ 1 ലിറ്റർ പാല്, അതായത് 1/2 ലിറ്റർ രാവിലെ 1/2 ലിറ്റർ വൈകുന്നേരമാണ് ഉദ്ദേശിക്കുന്നത് 1 ലിറ്റർ കൊണ്ട്. അതേസമയം നാലാമത്തെ ആഴ്ച മിൽക്ക് റീപ്ലേസർ കൊടുക്കേണ്ട അളവെന്ന് പറയുന്നത് 250 ഗ്രാമാണ്. പിന്നീട് ഒരു മാസം വരെ നമ്മൾ അമ്മയുടെ പാല് കുട്ടിക്ക് നൽകുന്നുള്ളൂ.
1 മാസം പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മിൽക്ക് റീപ്ലേസർ മാത്രമാണ് കുട്ടിക്ക് കൊടുക്കുക. അപ്പം 1 മാസം കഴിഞ്ഞതിന് ശേഷം, അതായത് 5-ാമത്തെ ആഴ്ചയാകുമ്പോൾ കൊടുക്കുന്ന അളവ് എന്ന് പറയുന്നത് 350 ഗ്രാമാണ്. പിന്നീട് 6-ാമത്തെ ആഴ്ച അത് 450 ഗ്രാമാക്കി ഉയർത്തുന്നു. 7-ാമത്തെ ആഴ്ചയാകുമ്പോൾ അത് 1/2 കിലോയോളം, അതായത് 500 ഗ്രാമായിട്ട് നമ്മൾ മാറ്റം വരുത്തുന്നു. പിന്നീട് 8-ാമത്തെ ആഴ്ച, അതായത് 2 മാസം പൂർത്തിയാകുമ്പോൾ നമ്മളത് 400 ഗ്രാമാക്കിയിട്ട് കുറച്ചു കൊണ്ടുവരുന്നു. ഏകദേശം 2 മാസം ആകുമ്പോഴത്തേക്കും ഈ കുട്ടി അത്യാവശ്യം പുല്ലും മറ്റ് പെല്ലറ്റുകളൊക്കെ തിന്ന് ഏകദേശം അത് മാത്രം കഴിച്ച് വളരുന്ന ഒരു അവസ്ഥയിലെത്തി. ഏകദേശം ഒരു 2 മാസത്തോളം ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്താൽ മതിയാകും. പാല് കൊടുത്ത് കുടിപ്പിക്കുന്ന കിടാക്കളാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു 2 മാസമൊക്കെയല്ലേ പാല് കൊടുക്കുകയുള്ളൂ. അപ്പം 2 മാസത്തേക്ക് കൊടുക്കാനുള്ള അളവുകൾ കൃത്യമായി ഇതിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇത് 50 ഗ്രാമിൻ്റെ അളവ് വരുന്ന ഒരു സ്പൂണാണ്. ഇത് ഈ പാക്കറ്റിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ പൊടി എടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് ഈ ഒരു ബാഗ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇത്തരത്തിൽ എക്സ്ട്രാ ഒരു കവറും കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് ഓൾറെഡി ഞാൻ പൊട്ടിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിവിടെ പൊട്ടിയിരിക്കുന്നത്. ഇത് ഓൾറെഡി നമ്മളിങ്ങനെ ഒരു സൈഡ് മാത്രം പൊട്ടിച്ചിട്ട് ഇതുണ്ടോ, ഈ ഒരു സ്പൂണിട്ട് നമ്മളിങ്ങനെ എടുക്കണം. ഇതുപോലെ നമ്മുടെ സാധാ പാൽപ്പൊടി പോലെ തന്നെയുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇങ്ങനെ നൈസ് പൊടിയായിട്ട്, ഏകദേശം സ്മെല്ലും ആ ഒരു പാൽപ്പൊടീൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ ടെക്സ്ചർ. അതായത് കാണാനിരിക്കുന്നത് ഈ ഒരു ലെവലിലാണ്. ആ ഒരു കളറും ഇതുമൊക്കെ തന്നെയായിട്ട് പാൽപ്പൊടീൻ്റെക്കാട്ടിലും ചെറിയൊരു കളർ വേരിയേഷൻ ഉണ്ടെന്ന് മാത്രം. പക്ഷേ സ്മെല്ലും ഇതുമൊക്കെ അത് തന്നെയാണ്. അപ്പം ഇത്തരത്തിൽ ഈ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ്. ഇത് 50 ഗ്രാമിൻ്റെ സ്പൂണാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ നമ്മളിത് എപ്പോഴും ഉപയോഗശേഷം നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്പൂൺ ഒരു കാരണവശാലും ഈ പാക്കറ്റിൻ്റെ ഉള്ളിൽ ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പകരം ഈ ഒരു പാക്കറ്റ് കൃത്യമായി ഉപയോഗത്തിന് ശേഷം അടച്ചതിന് ശേഷം ഈ ഒരു സ്പൂണ് ഇതിൻ്റെ പുറമേയുള്ള കവറിൽ വെക്കുന്നതിന് കുഴപ്പമില്ല. അതുപോലെ ഇത് പ്രത്യേകിച്ചും ഈർപ്പമൊന്നും അടിക്കാത്ത ഭാഗത്ത് വെക്കാനും കൃത്യമായി ഇങ്ങനെ അടച്ചു വെക്കാനും ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. എനിക്കിവിടെ ഉള്ള കന്നുകുട്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം 4-ാമത്തെ ആഴ്ചയിലേക്ക് ഇപ്പോൾ പ്രായം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4-ാമത്തെ ആഴ്ചയിലെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ 1 ലിറ്റർ പാലും 250 ഗ്രാം പൊടിയുമാണ് ഒരു ദിവസം കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു നേരത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുമ്പം 1/2 ലിറ്റർ പാലും 125 ഗ്രാം പാൽപ്പൊടിയുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അളന്ന് 125 ഗ്രാം പൊടി ആദ്യമേ ഇങ്ങനെ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് സെപ്പറേറ്റ് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് 50 ഗ്രാമിൻ്റെ സ്പൂൺ ആയതുകൊണ്ട് ഇതിൽ 2 സ്പൂൺ നിറച്ചും പിന്നെ 1 സ്പൂൺ പകുതിയാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിൽ ചെറിയൊരു ഗ്യാപ്പ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ചിലത് കട്ട കെട്ടിയിട്ടുണ്ടാവും ഈ പൊടി. അത് നാശമായതുകൊണ്ടല്ല, ആ പൊടീൻ്റെ ടെക്സ്ചർ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ആ കട്ട നമ്മൾ പൊടിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കറക്റ്റ് അളവാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് തീർത്തും ആ സ്പൂണ് നിറച്ച് എടുക്കാത്തത്. അതിനുശേഷം ഇതുപോലെ 1 ലിറ്റർ വെള്ളം, അത് ഓരോ ആഴ്ചയിലും പൊടിയുടെ അളവ് മാറുന്നുണ്ടെങ്കിൽ പോലും വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും 1 ലിറ്ററാണ് നമ്മൾ എടുക്കേണ്ടത്. അതും ഇളം ചൂടുവെള്ളമാണ് നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ വിരലിട്ടാൽ ചെറിയൊരു ചൂട് നമുക്ക് അനുഭവപ്പെടുന്ന ആ ഒരു പാകത്തിനുള്ള ചൂടുവെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. അതിന് ശേഷം ഇങ്ങനെ വിരൽ ഉപയോഗിച്ചിട്ട് ശരിക്കും ആ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇത് തീർത്തും അതിനെ ആ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് ശരിക്കും കുഴച്ച് കുറുക്ക് പരുവത്തിൽ ആക്കിയെടുക്കണം. അപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ കിടന്നുകൊണ്ട് തന്നെ ആ പൊടി അത്യാവശ്യം ഒരു വെന്ത രൂപത്തിലേക്ക് മാറും. നല്ലൊരു സ്മെല്ലും വരും അന്നേരം ആ പൊടി ചൂടാവുന്നതിൻ്റെ. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ അതൊക്കെ കറക്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നിപ്പിളിലേക്ക് ഇതിനെ മാറ്റി ഒഴിക്കുക. കുറച്ച് ഈസിയായിട്ട് നിപ്പിളിലേക്ക് ഇങ്ങനെ ഒഴിക്കുക. ഇതിനൊരു ചെറിയൊരു ഈ പാൽപ്പൊടിക്ക് നമുക്ക് സ്വതവേ അറിയാലോ ഒരു നെയ്യിൻ്റെ അംശം ഉള്ളത് കൊണ്ട് ഒരു എണ്ണമയം പോലെ ഉണ്ടാവും. അതുകൊണ്ട് ആ പാത്രത്തിൽ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിലേക്ക് ബാക്കി ചൂടുവെള്ളം കുറച്ച് ഈസിയായിട്ട് ഒഴിച്ചിട്ട് ആ പാത്രത്തിലുള്ളത് തീർത്തും പിന്നെ ഇത്തരത്തിൽ അത് നിപ്പിളിലേക്ക് മാറ്റി ഒഴിക്കുക. ശേഷം ബാക്കി വരുന്ന ചൂടുവെള്ളം കൂടി നിപ്പിളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം 1 ലിറ്റർ വെള്ളവും പിന്നീട് അതിലേക്ക് 1/2 ലിറ്റർ
നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പശുവിൻ പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ മൊത്തം 1.5 ലിറ്ററാണ് നമ്മൾ ഒരു നേരം ഈ കുട്ടിയെ കുടിപ്പിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ 1.5 ലിറ്ററായി. ഇത് 2 ലിറ്ററിൻ്റെ നിപ്പിൾ ബോട്ടിലാണ്. അപ്പോൾ അതിൽ കറക്റ്റ് അളവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കറക്റ്റ് ആ അളവിനുള്ള സാധനം തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ 1.5 ലിറ്റർ ആയിട്ടുണ്ട് പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞപ്പോൾ. ഇതിന് നേരിട്ട് നമുക്ക് കുട്ടീനെ കുടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന അളവ് പ്രകാരം, അതായത് 2ാമത്തെ ആഴ്ച മുതൽ 8 ആഴ്ച വരെയുള്ള കണക്ക് പ്രകാരം ഏകദേശം 15,000 ഗ്രാമോളം ഈ പൊടിയുടെ അളവ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് അതിന് കിലോയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 15 കിലോ. അപ്പം അങ്ങനെയാണെങ്കിൽ 3 ബാഗ് കൊടുക്കേണ്ടതായിട്ടുണ്ട് 2 മാസം കൊണ്ട്. അപ്പം അത്തരത്തിൽ ഈ 3 ബാഗ് കൊടുക്കുമ്പം നല്ലൊരു വളർച്ച തന്നെയാണ് നമ്മുടെ കന്നുകുട്ടികൾക്ക് കാണാൻ സാധിക്കാറുള്ളത്. അപ്പം പശുക്കളുള്ള വീട്ടമ്മമാർക്ക് മാത്രമല്ല, ഇത്തരത്തിൽ വീട്ടുജോലികൾ മാത്രം ചെയ്തിട്ട് നേരം പോക്കിന് വേണ്ടി എന്തെങ്കിലും ജോലികൾ അന്വേഷിക്കുന്ന വീട്ടമ്മമാർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് പുല്ലിൻ്റെ ലഭ്യതയുള്ളവർക്കാണെങ്കിൽ ഏറ്റവും അനുയോജ്യമായിരിക്കും. കന്നുകുട്ടികളെയൊക്കെ വാങ്ങി വളർത്താനുള്ള സാഹചര്യം ഉള്ളവർക്ക് നല്ലൊരു പ്രൊഡക്റ്റാണിത്. അപ്പം ഇത് വാങ്ങിയാൽ ഇപ്പോൾ ഈ 3 ബാഗ് കൊടുത്താൽ പോലും 1,500 രൂപയെ നമുക്ക് ചിലവ് ഈ 2 മാസം കൊണ്ട് വരും. കന്നുകുട്ടികളെ വളർത്താൻ താല്പര്യമുള്ള എല്ലാവരും ഇതൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക കേട്ടോ. ഈ ഒരു വീഡിയോ നമുക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഉപയോഗപ്രദമായ വീഡിയോകൾ കൃത്യമായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.